11ാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 7216 ആയിരുന്നു ലീഡ്. 12ാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 8138, ഏതാണ്ട് 900 വോട്ടുകളുടെ ലീഡ് 12ാം റൗണ്ടിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലമ്പൂർ നഗരസഭയും LDF-നെ കൈവിട്ടു. ഇനി കരുളായി, അമരമ്പലം പഞ്ചായത്തുകളാണ്. UDF-ന് ലീഡ് കുറയ്ക്കാൻ കഴിയുമോ? LDF-ന് കേരളയിൽ 1449 ആയിരുന്നു LDF-ന്റെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ലീഡ്. അന്ന് LDF-ന് 7605 വോട്ട്, 6159 വോട്ടായിരുന്നു UDF-ന്. കേരളായി പഞ്ചായത്തും LDF-നെ കൈവിടുമോ എന്നത് കൂടിയാണ് ഇനി അറിയേണ്ടത്. നിലമ്പൂരിന്റെ വോട്ടിനി അല്പം കൂടി എണ്ണി തീരാനുണ്ട്. 13-14 റൗണ്ടുകളും നിലമ്പൂർ നഗരസഭ തന്നെയാണ്. ഏതെങ്കിലും മേഖലകളിൽ ഈ 13-14 റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ LDF-ന് എവിടെയെങ്കിലും രണ്ടിടത്തോ ഒന്ന് അപ്പർ ഹാൻഡ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നതൊക്കെ ഈ അല്പനിമിഷങ്ങൾക്കകം അറിയാൻ കഴിയും. ആര്യാൺ ഷൗക്കത്തിന്റെ ലീഡ് നില ക്രമാനുഗതമായി അത് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. 8123 വോട്ടുകൾക്ക് ആര്യാൺ ഷൗക്കത്ത് മുന്നിലാണ്, UDF മുന്നിലാണ്. വിജയാഘോഷം പലയിടത്തും തുടരുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ KPCC ആസ്ഥാനത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രമേശ് ചെന്നിത്തലയും UDF കൺവീനർ അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ ഈ ടെലിവിഷൻ സ്ക്രീനിൽ മാധ്യമ വാർത്തകൾ കാണുകയാണ്, റിസൾട്ട് നിരീക്ഷിക്കുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യം കൂടി കാണാം. കൊച്ചിയിൽ പ്രതിപക്ഷ VD സതീശനെയും നമുക്ക് സ്ക്രീനിൽ കാണാം. VD സതീശന്റെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണവും രാഷ്ട്രീയ പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നിലമ്പൂർ നഗരസഭയിലെ 33 വാർഡുകളിൽ 23 LDF-ന്റേത്, UDF-ന്റേത് 1, BJP-ക്ക് 1 എന്നുള്ളതാണ് ആ കണക്ക്. അവിടെയാണ് ഇപ്പോൾ ആയിരക്കണക്കിന് വോട്ടുകളുടെ ലീഡ് നില. 8202 വോട്ടുകളുടെ ലീഡിന് ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ ഹോം ടർഫാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി. അദ്ദേഹം നിലമ്പൂർ നഗര ഹൃദയത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. എത്രയോ കാലമായി ആര്യാടൻ മുഹമ്മദ് താമസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിലമ്പൂർ നഗരസഭാ പരിധിയിലുള്ള ആളുകളെ പേരെടുത്ത് പറയാൻ എന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെയായി അത്രയും കാലത്തെ നേരിട്ടുള്ള വ്യക്തിബന്ധമുണ്ട്. അതുകൊണ്ട് നിലമ്പൂർ നഗരസഭ എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം ടർഫാണ്, ഹോം ടർഫാണ്. അദ്ദേഹം അവിടെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കാണുകയും ചെയ്തു. അപ്പോൾ വലിയ അത്ഭുതങ്ങൾക്ക് വകയില്ല. 10,000-ലേക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്തിയേക്കാം. പക്ഷേ LDF അവിടെ വലിയ മനക്കോട്ട കെട്ടിയിരുന്നു. അവിടെ നിന്ന് ഒരു ലീഡ് കുറയ്ക്കാനെങ്കിലും കഴിയുമെന്ന ആത്മവിശ്വാസം LDF-ന് ഉണ്ടായിരുന്നു. നേരിയ തോതിൽ കുറഞ്ഞിട്ടുമുണ്ട്. 100 വോട്ടിന്റെ ലീഡ് വ്യത്യാസം ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് എങ്ങും എത്തില്ല. ജോയ്, വെൽ ഡൺ ജോയ്, ഹംബിൾ ജോയ്, സിമ്പിൾ ജോയ്, ഏബിൾ ജോയ്, നോബിൾ ജോയ്, പോത്തുകല്ലങ്ങ് തൂക്കിയിട്ടോ. PS ജോയിയെ അഭിനന്ദിച്ചുകൊണ്ട് അബിൻ വർക്കിയുടെ പോസ്റ്റാണ്. എല്ലാവരും ജോയിയെ വളരെ നല്ല നിലയിൽ, ജോയിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മെച്ചപ്പെട്ടിരുന്നു, UDF-ന്റെ ഏകോപനം മെച്ചപ്പെട്ടിരുന്നു, DCCയുടെ ഏകോപനം മെച്ചപ്പെട്ടിരുന്നു എന്ന അഭിനന്ദനം നൽകുന്നതാണ്. പോത്തുകല്ല് പഞ്ചായത്തിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ തന്നെ ആവേശം നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് PS ജോയിയുടെ റൗണ്ട് 12ന്റെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ അബിൻ വർക്കിയുടെ പോസ്റ്റ് വരുന്നത്. റൗണ്ട് 12ൽ UDF-ന് 756 വോട്ടിന്റെ ലീഡാണുള്ളത്. ഷൗക്കത്തിന് 4242 വോട്ടും സ്വരാജിന് 3486 വോട്ടും. അതായത് നഗരസഭാ ബൂത്തുകളിലും UDF ലീഡ് ചെയ്തു. റൗണ്ട് 12 കഴിയുമ്പോൾ റൗണ്ട് 12ൽ 756 വോട്ടിന്റെ ലീഡ് UDF നേടി. ക്രമമായി ആ ലീഡ് ഉയർത്തുകയാണ്. 13ാം റൗണ്ട് മുതൽ ഞങ്ങൾ ലീഡ് ചെയ്യുമെന്നാണ് LDF-ന്റെ അവകാശവാദം. നോക്കാം. എന്തായാലും 12ാം റൗണ്ട് കഴിയുന്നു. 12ാം റൗണ്ടിൽ അവരുടെ പ്രതീക്ഷ കഴിഞ്ഞു. 12ാം റൗണ്ടിന്റെ കണക്കാണ് ഇപ്പോൾ അഭിലാഷ് വിശദീകരിച്ചത്. ആര്യാൺ ഷൗക്കത്ത് 4242, M സ്വരാജ് 3486, ലീഡ് 756. ഓർക്കണം, ഇത് നഗരസഭ മാത്രമല്ല, നഗരസഭയുടെ ഒരു ഭാഗവും ചുങ്കത്തറ പഞ്ചായത്തിന്റെ ഒരു ഭാഗവുമാണ്. അങ്ങനെ പഞ്ചായത്തിന്റെയും നഗരമേഖലയുടെയും 2 ഭാഗങ്ങൾ ചേർന്നതാണ് ഈ റൗണ്ട് 12. ആ റൗണ്ട് 12ലാണ് 756 വോട്ടിന്റെ ലീഡ് ആര്യാൺ ഷൗക്കത്തിന് ഉണ്ടായിരിക്കുന്നത്. മെച്ചപ്പെട്ട നല്ല ലീഡാണ്. 13ാം റൗണ്ട് എണ്ണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ 9ാമത്തെ റൗണ്ടിൽ മാത്രമാണ് 146 വോട്ടിന്റെ ഒരു ലീഡ് M സ്വരാജ് എടുത്തത്. മറ്റ് എല്ലാ സമയത്തും UDF, എല്ലാ പഞ്ചായത്തുകളിലും UDF, എല്ലാ പഞ്ചായത്തുകളിലും PV അൻവർ ഏതാണ്ട് 10% മുകളിൽ വോട്ടും പിടിച്ചിരിക്കുന്നു. 13,000 മുകളിലാണ് നിലവിൽ PV അൻവർ സമ്പാദിച്ചിരിക്കുന്ന ആകെ വോട്ട്. 40,000 കടന്നിരിക്കുന്നു M സ്വരാജ്, 48,000 കടന്നിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്.